അമേരിക്ക നിരന്തരം റഷ്യക്കെതിരെയും ചൈനയ്ക്കെതിരെയും രംഗത്തെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ RIC ട്രോയ്ക്ക എന്ന് പറയുന്ന സഖ്യം, റഷ്യ ഇന്ത്യ ചൈന സഖ്യം രൂപീകരിക്കാൻ റഷ്യ പെടാപ്പാട് പലതും പെടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴിതാ റഷ്യയും ചൈനയും കൂടെ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. റഷ്യയും ചൈനയും ഇപ്പോൾ സമുദ്രത്തിൽ ശക്തി തെളിയിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അമേരിക്കയ്ക്കെതിരെയാണ് ഈ ശക്തി തെളിയിക്കൽ പ്രകടനമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. 400 യുദ്ധവിമാനങ്ങളും 12,000 സൈനികരും ഇതിൽ ഉൾപ്പെടും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ജൂലൈ 10 മുതൽ ജപ്പാനുമായി ചേർന്ന് US വൻ സൈനികാഭ്യാസം നടത്തി വരികയാണ്. ഓഗസ്റ്റ് 8 വരെ തുടരുന്ന ശക്തി പ്രകടനത്തിൽ 400-ലധികം യുദ്ധവിമാനങ്ങളും 12,000 സൈനികരും പങ്കെടുക്കുന്നു. അതേസമയം റഷ്യയുമായി കടലിൽ ശക്തി പ്രകടനം നടത്തുമെന്ന് ചൈന നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചൈനീസ് പ്രതിരോധ മന്ത്രാലയം പറയുന്നതനുസരിച്ച് ഓഗസ്റ്റിൽ ചൈനയും റഷ്യയും സംയുക്ത സമുദ്രം 2025 സംയുക്ത നാവികാഭ്യാസം നടത്തും. ഈ അഭ്യാസത്തിന് ശേഷം പസഫിക് സമുദ്രത്തിലെ 6ാമത്തെ സംയുക്ത സമുദ്ര പെട്രോൾ നടക്കും. ജപ്പാൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന റഷ്യൻ നഗരമായിട്ടുള്ള വ്ളാഡിവോസ്റ്റോക്കിന് സമീപമുള്ള കടലിലും വ്യോമാതിർത്തിയിലുമാണ് ചൈനയും റഷ്യയും തമ്മിലുള്ള ഈ ശക്തി പ്രകടനം നടക്കുക. ചൈനീസ് റഷ്യൻ സൈന്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ ശക്തി പ്രകടനത്തിൻ്റെ ലക്ഷ്യം. ഏതെങ്കിലും രാജ്യത്തെയോ പാർട്ടിയോ ലക്ഷ്യം വയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല എന്നാണ് നിലവിൽ ഇവർ പറയുന്നത്. എന്തായാലും ചൈന ഇതിൽ അമേരിക്കയെ ലക്ഷ്യമിടുന്നു എന്ന് തന്നെയാണ് അമേരിക്ക പറയുന്നത്. US-ന്റെ ഭീഷണി വച്ചു പൊറിപ്പിക്കാനാവില്ല. അമേരിക്ക അതിൻ്റെ ശീതയുദ്ധ മാനസികാവസ്ഥയിൽ ഉറച്ചു നിൽക്കുകയും പസഫിക് സമുദ്രത്തിൽ നിരന്തരം ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. സൈനികാഭ്യാസത്തിൻ്റെ മറവിൽ മറ്റ് രാജ്യങ്ങളെ ഭയപ്പെടുത്താനും മേഖലയിലെ സമാധാനവും സ്ഥിരതയും തകർക്കാനും US പ്രവർത്തിക്കുന്നുവെന്ന് US-നെ വിമർശിച്ചുകൊണ്ട് ചൈനയുടെ പ്രതിരോധ മന്ത്രാലയമാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും റഷ്യയും ചൈനയും തമ്മിൽ എല്ലാ വർഷവും സൈനികാഭ്യാസം നടന്നിട്ടുണ്ടെങ്കിലും ഇത്തവണ അത് അമേരിക്കയെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.